നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് അത്തോളി സ്വദേശിയായ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ആൺ സുഹൃത്തിന്റെ മൊഴിയടക്കം പുറത്തു വന്നിട്ടുണ്ട്. ബന്ധുക്കൾ ആൺ സുഹൃത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എരഞ്ഞിപ്പാലത്തെ ആൺ സുഹൃത്തിന്റെ വാടക വീട്ടിലായിരുന്നു വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. മംഗളൂരു ശ്രീദേവി കോളേജ് ഫിസിയോതെറാപ്പി 3ാം വർഷ വിദ്യാർത്ഥിനി ആയിഷ റഷ്യയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. സുഹൃത്തും മലാപ്പറമ്പിലെ ജിമ്മിലെ പരിശീലകനുമായ ബഷറുദ്ദീൻ മുഹമ്മദിനെ നടക്കാവ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തു. വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശിയായ ബഷറുദ്ദീൻ എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത്. ബഷറുദ്ദീന്റെ മൊഴി അനുസരിച്ച് ഞായറാഴ്ച രാവിലെ 8:50 വീട്ടിലെത്തി. ഇയാൾ വാതിൽ അടച്ച നിലയിൽ കാണുന്നു. തുടർന്ന് ഇയാൾ വാതിൽ ചവിട്ടി തുറന്നു. അപ്പോഴാണ് ആയിഷയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതെന്നാണ് ബഷറുദ്ദീൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കാറിൽ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ താൻ ഉടനെ തന്നെ ആയിഷ എത്തിക്കുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് ബഷറുദ്ദീൻ പറയുന്നത്. 3 വർഷത്തോളമായി ആയിഷയുമായി പരിചയമുണ്ട് എന്നും ബഷറുദ്ദീൻ മൊഴി നൽകി. കഴിഞ്ഞ 24-നായിരുന്നു ആയിഷ വീട്ടിലെത്തിയത്. ബഷറുദ്ദീൻ സംഭവ ദിവസം രാവിലെ ജിമ്മിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. എന്നാൽ ഇതിനെ ആയിഷ എതിർത്തു. തർക്കത്തിനൊടുവിൽ യുവാവ് ജിമ്മിലേക്ക് പോയി. ഉച്ചയോടെ ആയിഷ ബഷറുദ്ദീന് വാട്സാപ്പ് സന്ദേശം അയച്ചു, എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളായിരിക്കുമെന്ന്. ആഘോഷം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആയിഷയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ബഷറുദ്ദീൻ മൊഴി നൽകിയിരിക്കുന്നത്. ആയിഷയുടേത് ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ നിലവിലെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കേസെടുത്ത പോലീസ് ബഷറുദ്ദീനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ റഷീദാണ് ആയിഷ റഷ്യയുടെ പിതാവ്. അതേസമയം സംഭവം കൊലപാതകമാണെന്ന് ബന്ധുക്കളുടെ ആരോപണം. ശക്തമായ ആരോപണം, ഗുരുതരമായ ആരോപണമാണ് ബഷറുദ്ദീനെതിരെ ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ആയിഷ റഷ്യയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് ആയിഷ റഷ്യയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ നടുക്കം അത് ആ കുടുംബത്തെ വിട്ട് മാറിയിട്ടില്ല. ആയിഷ ആത്മഹത്യ ചെയ്യില്ല എന്ന് ബന്ധുക്കൾ ആവർത്തിച്ചു പറയുന്നു. യുവാവിൽ നിന്ന് നിരന്തരമായി മാനസിക പീഡനം അനുഭവിച്ചുവെന്നും മംഗളൂരിൽ നിന്ന് ഭീഷണിപ്പെടുത്തി യുവാവ് കോഴിക്കോട്ട് എത്തിച്ചതാകാമെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ഓണത്തിന് അവധിയില്ലാത്തതിനാൽ നാട്ടിൽ വരില്ലെന്നായിരുന്നു ആയിഷ വീട്ടുകാരെ അറിയിച്ചത്. പിന്നെ എങ്ങനെ ആയിഷ റഷ്യ കോഴിക്കോട് എത്തി എന്നതാണ് ബന്ധുക്കളെ ഒന്നടങ്കം നടുക്കിയിരിക്കുന്നത്. ദുരൂഹത അതിലുമുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ആയിഷയുടേത് കൊലപാതകമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടും ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. പഠനത്തിൽ മിടുക്കിയായിരുന്നു ആയിഷ. ബാങ്ക് വായ്പയെടുത്താണ് മംഗളൂരു ശ്രീദേവി കോളേജിൽ ഫിസിയോതെറാപ്പി കോഴ്സിന് ചേർത്തത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ 2 മാസം മുൻപാണ് കൂലിപ്പണിക്കാരനായ പിതാവ് അബ്ദുൾ റഷീദ് വിദേശത്തേക്ക് പോയത്. മംഗളൂരിൽ നിന്നും ഈ പെൺകുട്ടി യുവാവിന്റെ വാടക വീട്ടിൽ എങ്ങനെ എത്തി, കോഴിക്കോടുള്ള വീട്ടിൽ എങ്ങനെ എത്തി എന്ന ചോദ്യം ഉയർന്നു. 2 വർഷം മുമ്പ് ഇരുവരെയും ഒന്നിച്ചു കണ്ടപ്പോൾ ബന്ധുക്കൾ ഇടപെട്ട് താക്കീത് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് യുവാവ് ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ഗുരുതര ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 24-ന് കോഴിക്കോട്ട് എത്തിയതായി പറയുന്നുണ്ടെങ്കിലും വീട്ടുകാർ അറിഞ്ഞില്ലെന്നാണ് കരുതുന്നത്. ഞായറാഴ്ച രാത്രി 10:30-ക്ക് മരിച്ചെന്ന ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചപ്പോഴാണ് ബന്ധുക്കൾ എത്തിയത്. വിദ്യാർത്ഥിയുമായി ആശുപത്രിയിലെത്തിയ യുവാവ് ആദ്യം ഭർത്താവാണെന്നും പിന്നീട് സുഹൃത്താണെന്നുമാണ് അറിയിച്ചത്. ആരോപണം ഉയർന്നതോടെ പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ആൺ സുഹൃത്തായ ബഷറുദ്ദീൻ ആയിഷയെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അവളെ മാനസികമായി പീഡിപ്പിച്ചതിന് സാധ്യതയുണ്ടെന്നും മോർഫ് ചെയ്ത ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയതാണെന്നും ബ്ലാക്ക് മെയിലിംഗ് ആണ് നടന്നത് എന്നടക്കമുള്ള ഒരു ഗുരുതര ആരോപണങ്ങൾ. ക്ലാസ് കട്ട് ചെയ്താൽ വീട്ടുകാർ അറിയില്ലേ, അതുകൊണ്ടാണ് അവധിക്കാലം തന്നെ അയാൾ തിരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള ഫോട്ടോകൾ കാണിച്ചാൽ അവൾ അവന്റെ വഴിക്ക് വരുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. മാത്രമല്ല കുട്ടിക്ക് അതിനെ എതിർക്കാനുള്ള കഴിവും ഉണ്ടായില്ല എന്നും ആയിഷയുടെ ബന്ധുവായ മുസ്തഫ പ്രതികരിച്ചു. മാത്രമല്ല മരിക്കുന്നതിന് 4 മണിക്കൂർ മുൻപ് വരെ ആയിഷ ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്നുവെന്ന് മറ്റൊരു ബന്ധുവായ അനസും പ്രതികരിച്ചു. മരിക്കുന്നതിന് 4 മണിക്കൂർ മുൻപ് അവൾ ഇൻസ്റ്റഗ്രാമിൽ ഓൺലൈനിലുണ്ടായിരുന്നു, മെസ്സേജുകളും അയച്ചിരുന്നു. അതുവരെ ഒരു പ്രശ്നവുമില്ല. ഒരു സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. ഇതിന് പിന്നിൽ ബഷറുദ്ദീൻ തന്നെയാണെന്നും അവന്റെ സ്വഭാവമൊക്കെ കുറച്ച് മോശമാണെന്നും സുഹൃത്ത് പറഞ്ഞു. അവൻ ആയിഷയെ ചിരവ് കൊണ്ട് അടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അതേക്കുറിച്ച് കൂട്ടുകാർ ചോദിച്ചപ്പോൾ മറ്റൊരു കാരണമാണ് അവൾ അവരോട് പറഞ്ഞത്. എന്തായാലും ഈ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചതിന് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. മരിച്ച ആയിഷ റഷ്യയുടെ ഫോണിൽ നിന്നുള്ള വാട്സാപ്പ് സന്ദേശങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. ആയിഷയുമായി നിരന്തരം ജിം ട്രെയിനറായ ബഷറുദ്ദീൻ വഴക്കിട്ടിരുന്നതായും പോലീസിന് വിവരം കിട്ടി. ആയിഷയുടെ സുഹൃത്തുക്കളുടെ മൊഴിയെടുത്ത ശേഷം ബഷറുദ്ദീനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. പെൺകുട്ടിയുടേത് ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. ഷാർജയിലെ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സന്തോഷത്തോടെ സംസാരിച്ചു മടങ്ങിയ അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സഹോദരി അഖില.
ഏറ്റവും ഒടുവിലായി വന്ന പീഡന ദൃശ്യങ്ങളാണ് തെളിവെന്നും ഭർത്താവ് സതീഷിന്റെ ജാമ്യം റദ്ദാക്കാൻ നീതിപീഠം ഇടപെടണമെന്നും അതുല്യയുടെ അച്ഛനും ആവശ്യപ്പെട്ടു. കൊല്ലം തെവലക്കര സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിനൊപ്പം താമസിച്ചിരുന്ന ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ബാക്കിയാവുകയാണ്. ജൂലൈ 19-നാണ് അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേ ദിവസം രാത്രി 11:30 വരെയും സന്തോഷത്തോടെ സംസാരിച്ച അതുല്യ എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഷാർജയിൽ താമസിക്കുന്ന സഹോദരി അഖിലയുടെ ചോദ്യം. പിറന്നാൾ ദിവസമാണ് അതുല്യ മരിച്ചത്. അന്ന് പുതിയ ജോലിയിൽ ചേരാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഭർത്താവ് സതീഷിന്റെ പീഡനമാണ് അതുല്യയുടെ ജീവനെടുത്തതെന്നാണ് പരാതി. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുല്യ നേരിട്ട ക്രൂര പീഡനത്തിന്റെ തെളിവുകളെല്ലാം കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ദൃശ്യങ്ങളടക്കം കോടതിക്ക് മുന്നിലുണ്ട്. പ്രതി സതീഷ് നാട്ടിൽ ഇടക്കാല മുൻകൂർ ജാമ്യത്തിൽ തുടരുകയാണ്. ജാമ്യം റദ്ദാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതുല്യ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം. എന്നാൽ കുടുംബത്തിന്റെ പരാതിയിൽ കൊലക്കുറ്റമാണ് കേസ് ആദ്യം അന്വേഷിച്ച ചവറ തെക്കുഭാഗം പോലീസ് പ്രതിക്കെതിരെ ചുമത്തിയത്. സതീഷിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. എന്തായാലും അതുല്യ ആത്മഹത്യ ചെയ്തതെന്ന് കരുതുന്നില്ലെന്നും കൊലപാതകമാണെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നതെന്നും അഖില പ്രതികരിച്ചു. അതുല്യ മരിക്കുന്നതിന് തലേദിവസം അതുല്യയുടെ പിറന്നാളായിരുന്നു. എന്തായാലും എന്ത് സംഭവിച്ചു എന്നത് ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഭർത്താവ് സതീഷ് അതുല്യയെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു. മകളോട് പോലും സതീഷിന് ആത്മാർത്ഥമായ സ്നേഹമില്ല. അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും 24 മണിക്കൂറിലുണ്ടായ പാടുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു. മരിച്ച ദിവസവും സതീഷ് ഉപദ്രവിച്ചിട്ടുണ്ട്. സതീഷിന്റെ ചില ബന്ധങ്ങളുടെ പേരിൽ അതുല്യയുമായി സ്ഥിരം തർക്കിച്ചിരുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ വരെ അതുല്യ ഉപദ്രവിച്ച ആളാണ് സതീഷ്. മരിക്കുന്നതിന് തലേന്ന് രാത്രി 11:30 വരെ അതുല്യ തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു. അതുല്യ മരിച്ച ദിവസം സതീഷിനെ കാണുമ്പോൾ മദ്യലഹരിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും പ്രതി ജാമ്യം കിട്ടി പുറത്തു നടക്കുന്നത് അംഗീകരിക്കാനാകുന്നില്ല. അതുല്യയ്ക്ക് നീതി കിട്ടണമെന്നും സഹോദരി ആവശ്യപ്പെട്ടു. എന്തായാലും അതിക്രൂര പീഡനമാണ് അതുല്യ നേരിട്ടത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വളരെ ക്രൂരമായിട്ട് അയാൾ സംസാരിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്ന് പറയുന്നു. അത്രയും വലിയൊരു പീഡനം തന്നെയാണ് അതുല്യ നേരിട്ടത്. കുടുംബവും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും അതൊരു ആത്മഹത്യയാണെന്ന് കുടുംബത്തിന് വിശ്വസിക്കാനാകുന്നില്ല. കൊലപാതകമാണ്, അയാൾ അപായപ്പെടുത്തിയതാണ് എന്ന ആരോപണം ഈ വ്യക്തിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.